എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ LDC എക്സാമിന്റെ ഒന്നാം ഘട്ടം തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ പ്രൊഫഷണൽ കീയും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ A കോഡിലെ കാര്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ചാനാർ ലഹള ആദ്യം നടന്നു, അതിനുശേഷം മലബാർ കലാപം, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, അതിനുശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നതാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണെന്നാണ് നൽകിയത്. ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എന്നാണ് നൽകിയത്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ 1949-ലാണ് ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായിട്ട് ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്നിവ കൊടുത്തിരിക്കുന്നു. ഇവിടെ PSC ഈ ഒരു മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. റോബസ്പിയർ, ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടെയർ, ലോങ് മാർച്ച്, മാവോ സേത്തുങ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഈ നാലാമത്തെ ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്ന ഉത്തരം 3 മാത്രം എന്നാണ്. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഗുദായി ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. PSCയുടെ ഫൈനൽ ഈ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമായിട്ട് നൽകിയത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി എന്നതാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയെന്നാണ് നമ്മുടെ ചോദ്യം. ഇത് രൂപീകരിച്ച 1953-ലാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാന ആന്ധ്രാപ്രദേശ് ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആറാമത്തെ ചോദ്യത്തിന് PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് 1, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. 2 നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ് എന്നാണ്. 3 ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണെന്നാണ്. 4 അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിങ്ങനെയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയത് ഓപ്ഷൻ ഡി ആണ്. അഗുൽഹാസ് പ്രവാഹം എന്നാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഷ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. 9-ാമത്തെ ചോദ്യം ഇവിടെ കേരള PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം നൽകിയിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് 10-ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഹാരിക്കെയിൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. NW3 എന്നതാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിൽ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് എന്നതാണ് 12-ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരം ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇവിടെ 13-ാമത്തെ ചോദ്യത്തിന് പ്രൊഫഷണൽ ആൻസർ കീയിൽ കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്.
ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നാമത് വരുന്നത് നെല്ലാണ്, അതിനുശേഷം വരുന്നത് ഗോതമ്പാണ്, അതിനുശേഷം വരുന്നത് ചോളമാണ്, അതിനുശേഷം വരുന്നത് പയറാണെന്ന കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്നാണ്. പ്രസ്താവന 2 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു എന്നതാണ്. അപ്പോൾ ഇവിടെ 15ാമത്തെ ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്ന ഉത്തരം രണ്ടും ശരിയെന്നാണ്, 1ഉം 2ഉം ശരിയാണ് എന്നതാണ്. ഇനി അടുത്തത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഘടന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം എന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം നൽകിയിരിക്കുന്നത്. അതായത് ആദ്യം സംഭവിച്ചത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, അതിനുശേഷം വരുന്ന ഭൂപരിഷ്കരണം, അതിനുശേഷം വരുന്നത് ബാങ്ക് ദേശസാൽക്കരണം, അതിനുശേഷം വരുന്നത് 500, 1000 നോട്ടുകളുടെ നിരോധനം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യം. പ്രസ്താവന 1 സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2 രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തുന്നതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്ന എണ്ണ ഇറക്കുമതി ബില്ല് ചെലവ് കുറയ്ക്കുക. 1 എന്ന് പറയുന്ന ബി ആണ്, 1 ബി ആണ്. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. ഇനി 2 എന്ന് പറയുന്നത് മെത്തനോൾ സമ്പദ്ഘടന, അതായത് എണ്ണ ഇറക്കുമതി ബില്ല്, അതായത് ചെലവ് കുറയ്ക്കുക. 3 എന്ന് പറയുന്നത് സഹകരണ ഫെഡറലിസമാണ്, അതായത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 4 എന്ന് പറയുന്നത് ശൂന്യ ക്യാമ്പയിനാണ്, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാം. 19ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളെ കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു, വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു, ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് നമ്മുടെ അവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ നൽകിയിരിക്കുന്നത്. പ്രസ്താവന 2, 3 ശരിയാണ്. പ്രസ്താവന 1, 4 ശരിയല്ല എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് 19ാമത്തെ ചോദ്യത്തിൽ. ഇനി 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നതാണ് 20ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു എന്നാണ് നൽകിയിരിക്കുന്നത്. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം 1, 3 ശരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. 21ാമത് ചോദ്യം സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 1989 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു എന്നാണ് 4ാമത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരി എന്നാണ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. 2 സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം നൽകണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട് എന്നിങ്ങനെയാണ് 22ാമത്തെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണെന്നാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 23ാമത് ചോദ്യത്തിന് കേരള PSC നൽകിയിരിക്കുന്ന പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം 1, 2, 4 ശരി എന്നിങ്ങനെയാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് എന്നതാണ് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ
നമ്മുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരം മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ PSC പുതുതായിട്ട് ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 1 മുതൽ 4 വരെ ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ PSCയുടെ പരീക്ഷയിൽ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ 1, 4 ശരി എന്ന രീതിയിലൊക്കെ പോയിട്ട് കറപ്പിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളതാണ്. കാരണം ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എഴുതാൻ പോകുന്നവരും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ 25ാമത്തെ ചോദ്യത്തിന് കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ശരി എന്നാണ്. 15ാമത് പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത് 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 26ാമത്തെ ചോദ്യത്തിന് കേരള PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം ഓപ്ഷൻ ഡി 1 ശരി, അതായത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഇനി അടുത്തത് സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് എന്നതാണ് 27ാമത്തെ ചോദ്യം. അവിടെ കേരള PSCയുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ശരി എന്നാണ്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2012 പോക്സ്കോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സി എന്നാണ്. 28ാം ചോദ്യം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം 1, 2, 3 ശരി എന്നാണ്. പോസ്കോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിനും പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോസ്കോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാക്കുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. പോസ്കോ കേസുകളിൽ കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3 ശരിയെന്നാണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത്. 4 തെറ്റാണ്. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജ്യമായ പ്രസ്താവന ഏതാണ് എന്നതാണ് നമ്മുടെ ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന 1, 3 ശരി എന്നാണ്. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. പിന്നെ 3 കൊടുത്തിരിക്കുന്ന പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി എന്നാണ്. ഇനി വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നാണ് 30ാമത്തെ ചോദ്യം. 30ാമത്തെ ചോദ്യത്തിൽ ഫൈനൽ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1, 2 ശരി എന്നാണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ 31ാം ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ശ്രീ M ഷാജർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 2 ശരി എന്നതാണ് 31ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 32ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ നമ്മുടെ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി എന്നാണ്. 32ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എന്നാണ് ഈ ഒരു ചോദ്യം പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചിലപ്പം ജസ്റ്റിസ് മുഹമ്മദ് മുസ്തഫ് എന്ന് പറയുന്ന ഒരു പേരുണ്ട്, മുസ്താഖ് എന്ന് പറയുന്ന പേരുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം പ്രൊഫഷണൽ ആൻസർ കീയിൽ കേരള PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. 32ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. ഇനി അടുത്തത് 33ാം ചോദ്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 33ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്ന വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. 3 മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അതാണ് ഇവിടെ ശരിയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല ഏത് എന്ന ചോദ്യം 34ാമത്തെ ചോദ്യം പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരം നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. ടെൻഡർ എന്നാണ്. ഇനി ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ന് നൽകിയിരിക്കുന്നു. അവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ഇനി അടുത്തത് ദ്രാവകാവസ്ഥയിലുള്ള യോജകലയ്ക്ക് ഉദാഹരണം ഏത് എന്നാണ് 36ാമത്തെ ചോദ്യം. അവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരം നൽകിയിരിക്കുന്ന രക്തം എന്നാണ്. മനുഷ്യശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത് എന്നാണ് ചോദ്യം. 37ാം ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി കരളാണ്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് എന്ന് 38ാമത്തെ ചോദ്യം. ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന അക്രോമെഗാലി എന്നതാണ്. ഇനി അടുത്ത ചോദ്യം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. 39ാം ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്ന ലൈസോസൈം എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതെന്നാണ് 40ാമത്തെ ചോദ്യം. അവിടെ പ്രൊഫഷണൽ ആൻസർ കീ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് നൽകിയത്. മിഠായി ആണ്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. റിപ്പീറ്റ് ആയി വന്ന ചോദ്യമാണ്. ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി സൗദി അറേബ്യ എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന
0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യം. G is equal to 10 meter/second square എന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ ഇവിടെ നൽകിയിരിക്കുന്നത് എന്താണ്, MGH എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷന്റെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇവിടെ 42ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എമ്മിന്റെ വാല്യൂ 0.2 ആണ്, ജിന്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്, പിന്നെ എച്ചിന്റെ വാല്യൂ 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ജൂൾ എന്ന് കിട്ടും. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് എന്നതാണ് 43ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, അപവർത്തനമാണ്. ഇനി അടുത്ത ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 44A എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23 ആണ്. സൂര്യനെയും ഭാഗ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്നതാണ് നമ്മുടെ ചോദ്യം. ആദിത്യ L1 എന്നതാണ് ഇവിടെ 46ാം ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രാജദ്രാവകം അക്കോറീജ് എന്നാൽ എന്തെന്നാണ്. ഇവിടെ ഈ ഒരു ചോദ്യമൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം പ്രീവിയസ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ, 47ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 47ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത് എന്നതാണ് 48ാം ചോദ്യം. ഓപ്ഷൻ സി ആണ്, പ്രൊഫഷണൽസ്കി സാഞ്ചി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 49ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏത് എന്നതായിരുന്നു 49ാമത്തെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി സോഡിയം അമാൽഗം എന്നതാണ്. താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് 50ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. സിങ്ക് സൾഫൈഡ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 51ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2023 രസതന്ത്ര നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പ്രീവിയസ് ആയിട്ട് നമ്മൾ 2024 തന്നെ പല ചോദ്യ പേപ്പറിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി ആ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നലെ ആ ചോദ്യ പേപ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നൊരു ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്സ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്. ഇത് ഓൾറെഡി നമ്മൾ ഈ 2024 തന്നെ നമ്മൾ കണ്ടതാണ് ചോദ്യപേപ്പറിൽ. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിന്റെ ഇതിഹാസം. ഇത് പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടി നമുക്കറിയാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ്, സർക്കസ് എന്നതാണ് 53ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്, പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 54 കുഞ്ഞാനന്ദൻ നായർ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് പാലിലെ വെണ്ണ പോൽ ബൈന്താക്കി ചെല്ലുന്നേൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ എന്നിങ്ങനെ കൃതിയിലെ വരികളാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ 55ാമത്തെ ചോദ്യത്തിന് പ്രൊഫഷണൽ ആൻസർ കീയിലെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, മുഹിയുദ്ദീൻ മാല എന്നതാണ് ആ കൃതിയുടെ പേര്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരമാരെന്നാണ് 57ാം ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ആർ പ്രജ്ഞാനന്ദയാണ്. അടുത്തത് മൺസൂൺ ക്രോക്സ് ബയോ ബ്ലീറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാരെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ഡി ആണ്. ഉത്തരമായിട്ട് വരുന്ന കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ് അതിനുശേഷം എന്താണ് വരിക എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. 59ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ്, ഗിഗാബൈറ്റ് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 1, 2, 4 ഇവ 1, 3, 4 ഇവ മാത്രം ശരി എന്നതാണ് ഉത്തരമായിട്ട് വരിക. എഡ്ജ് മൈക്രോസോഫ്റ്റ് ആണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ അതാണ് ശരിയായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നതാണ് 61ാമത്തെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ്, ക്യാൻ ആണ്. ഇനി അടുത്ത് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെന്നാണ് 62ാമത്തെ ചോദ്യം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരമായിട്ട് നൽകുന്ന ഓപ്ഷൻ ബി ടെലഗ്രാം ആണ്. ഇനി ഡീപ്പ് ഫേക്ക് എന്നാൽ എന്തെന്നാണ് 63ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരെന്നാണ് 64ാം ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക, സംസ്ഥാനത്തിലെ ഗവർണർ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ എന്നാണ് നൽകിയിരിക്കുന്ന ചോദ്യം. അവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ പ്രകാരം ഉത്തരം ഓപ്ഷൻ ബി ഗതാഗതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ എന്നാണ് 65ാം ചോദ്യം. പ്രൊഫഷണൽ ആൻസർ കീയിലെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബി അല്ല. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. നിസ്വാർത്ഥ സേവനങ്ങൾ എന്നാണ് പ്രൊഫഷണൽ ആൻസർ കീയുടെ ഉത്തരം. ഇവയിൽ ഏതാണ് പട്ടികവർഗ്ഗക്കാർക്കുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. 66ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. പട്ടികവർഗ്ഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നത് തെറ്റാണ്. ഗാർഹിക അതിക്രമത്തിലെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് 67ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം എന്നാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം
നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് 68 ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് 69 ചോദ്യം. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് പലതവണ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ് പ്രീവിയസ് ആയിട്ട്. ഓപ്ഷൻ എ ആണ്, രേഖാ ശർമ്മയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപ വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം. 71 ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 10 മാർക്ക് കിട്ടേണ്ട ഒരു ചോദ്യ പേപ്പറാണ് ഇത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ 72 ചോദ്യത്തിന് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് 138. ഒരു ടാങ്ക് നിറയ്ക്കാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയ്ക്കുവാൻ എത്ര സമയം വേണ്ടിവരും എന്നതാണ് 73 ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 2 മണിക്കൂർ 15 മിനിറ്റ് എന്നതാണ്. തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എത്ര എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം. 74 ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, 1 എന്നാണ്. ഇനി അടുത്ത എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു എന്ന് തുടങ്ങുന്ന ചോദ്യമാണ്. 75 ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി 30 ദിവസം എന്നതാണ്. ഇനി ഒറ്റയാനെ കണ്ടെത്തുക 76 ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. 77 ചോദ്യം രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു എന്ന് തുടങ്ങുന്ന ചോദ്യമാണ്. 77 ചോദ്യം. ആ ഒരു ചോദ്യത്തിന് പ്രൊഫഷണൽ ആൻസർ കീയിൽ കേരള PSC നൽകിയിരിക്കുന്ന ഓപ്ഷൻ ബി തെക്കെന്നാണ്. ഹാലോ എന്ന വാക്ക് KHOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എന്ന ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ വേൾഡ് എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് PSC പ്രൊഫഷണൽ ആൻസർ കീ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന സംഖ്യകളുടെ 4ാമത്തെ സംഖ്യ ഏത് എന്നതാണ് 79 ചോദ്യം. അവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ്, 19 ആണ് ഉത്തരമായിട്ട് നൽകിയത്. അടുത്തത് 80 ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി 81 ചോദ്യം ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ് എന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇംഗ്ലീഷ്. 81 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹാസ് എന്നാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാൾക്ക് അവിടെ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീ ഉത്തരമായിട്ട് നൽകിയ 82 ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം 83 ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. 84 ചോദ്യം അവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 85 ചോദ്യം ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് 85 ചോദ്യം ഓപ്ഷൻ ബി ആണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന 86 ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് നൽകിയിരിക്കുന്നത്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന ഒരു ഇഡിയത്തിന്റെ അർത്ഥം എന്നാണ്. പ്രീവിയസ് ആയിട്ട് പലതവണ ചോദിച്ച ഒരു ഇഡിയമാണ്. അവിടെ ഉത്തരമായിട്ട് നൽകുന്ന സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ്. ഇനി അടുത്തത് ദ ഡാഷ് ഓഫ് വ്യൂൾസ് എന്നാണ്. അതിന്റെ ആ കൂട്ടത്തെയാണ് ഓപ്ഷൻ എ. പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ ഉത്തരം ഓപ്ഷൻ എ ആണ്, പാക്ക് എന്നാണ് വരുന്നത്. 88 ചോദ്യം. ഇനി അടുത്ത ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് അമെൻഡ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. 89 ചോദ്യം ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദ ആന്റോണിയം ഓഫ് ഡെഫിസിറ്റ് എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, സർപ്ലസ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത 91 ചോദ്യം മലയാളത്തിലേക്ക് വരുന്നു. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നതാണ് 91 ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന സന്തതി ഇല്ലാത്തവൻ എന്നതാണ്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം 92 ചോദ്യം ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. 93 ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം, പുരുഷന്മാർ എന്നാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഇവിടെ 94 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ചുരുക്കി പറയുക. 95 ചോദ്യം പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ എന്നതാണ് 95 ചോദ്യം ഓപ്ഷൻ ബി ആണ്. പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 96 ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, അണയ്ക്കുക എന്നതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. 97 ചോദ്യം ഓപ്ഷൻ ബി, അശ്വത്മാവ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ചിന്മുത്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. 98 ചോദ്യം ഓപ്ഷൻ സി ആണ്, ചിത് അധികം മുദ്ര എന്നതാണ്. ഇനി 99 ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട്. അതൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. കേരള പാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതെന്നാണ്. ഇതും PSC എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, വിശ്വസ്തൻ. ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിലെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ കേരള PSCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, PSCക്ക് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതൊക്കെ വിനിയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. 1ാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടങ്ങളിലുള്ളവർ ഈ ഒരു ചോദ്യപേപ്പർ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ടുള്ള
പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചോദ്യപേപ്പർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ മിസ്റ്റേക്കുകൾ ചിലപ്പം വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യപേപ്പറാണ്. എന്നാൽ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതിപ്പോയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എളുപ്പമാണ് 80ഉം 85ഉം 90ഉം ഒക്കെ എനിക്ക് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ ഒരുപക്ഷെ ഇതിൻ്റെ കീ നോക്കി കഴിയുമ്പോൾ അവൻ്റെ മാർക്ക് കുറയുന്നതായിട്ട് കാണും. അതേ സമയത്ത് അറിയുന്നത് മാത്രം എഴുതിയിട്ട് ഒരു 70നും 80നും ഇടയിലൊക്കെ വെച്ച ഒരാളാണെങ്കിൽ അവൻ ആ മാർക്ക് നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം തെറ്റുവരുത്താൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, അറിയാതെയൊക്കെ തെറ്റുവരുത്താൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷേ നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്കാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ പേപ്പർ കൂടിയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ഒരു പരീക്ഷ പേപ്പർ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. ഒപ്പം പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ പ്രീവിയസ് ഫസ്റ്റ് പേപ്പർ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ നോബലിൻ്റെ ഒക്കെ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് അതേപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്സിൻ്റെ നോബൽ ഏത് ഇതിനാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഈ 2024 ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വീണ്ടും ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും. അപ്പോൾ നോബലൊക്കെ പഠിക്കുക. അപ്പോൾ എന്തായാലും ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിന് തയ്യാറെടുക്കുന്നവരെ ഈ ചോദ്യപേപ്പർ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചോദ്യപേപ്പർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി, എവിടെയെല്ലാമാണ് കുറയുന്നതെന്ന് വിലയിരുത്തി, ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ മേഖലയിൽ നല്ലോണം സ്കോർ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പരീക്ഷാ പേപ്പറായിരുന്നു ഇത്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഈ ഒരു പരീക്ഷാ പേപ്പറിലെ അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.